എന്തുകൊണ്ടാണ് ഇന്നോവയ്ക്ക് ഇത്ര ഹയസ്റ്റ് റീസെയിൽ വാല്യൂ? കുറേ വർഷങ്ങളോളം ഉപയോഗിച്ചതിന് ശേഷവും വണ്ടി മേടിച്ച വിലയ്ക്ക് തന്നെ വിറ്റിരിക്കുന്ന പല ഇന്നോവ ഓണേഴ്സിനെയും എനിക്ക് പേഴ്സണലി അറിയാം. എന്തുകൊണ്ടാണ് ഇത്ര ഹയർ ഡിമാൻഡ് ഉണ്ടാകാനുള്ള കാരണം? അതിനുള്ള പ്രധാന കാരണം ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ റിലയബിലിറ്റിയാണ്. ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ 2500 cc എഞ്ചിനാണ്. പക്ഷേ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറോ വെറും 102 bhp പവർ. ടൊയോട്ടയ്ക്ക് വേണമെങ്കിൽ ഈ എഞ്ചിനെ കൊണ്ട് 150 bhpൻ്റെ മുകളിൽ പവർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ടൊയോട്ട അങ്ങനെ ചെയ്തിട്ടില്ല. ടൊയോട്ടേൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോവർ RPMൽ ഹയർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിന് വലിയ സ്ട്രെസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ദീർഘകാലം എഞ്ചിൻ നിലനിന്നോളും എന്നാണ് ടൊയോട്ട ചിന്തിച്ചത്. പിന്നെ അങ്ങനെ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ വണ്ടിയുടെ എഞ്ചിൻ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ്. ഇന്നോവയുടെ ബ്ലോക്ക് വരുന്നത് കാസ്റ്റ് അയണിലാണ്. പിന്നെ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് ആണെങ്കിലും കണക്റ്റിംഗ് റോഡുകളാണെങ്കിലും പിസ്റ്റൺ ആണെങ്കിലും എല്ലാം ഹയർ ക്വാളിറ്റി, അതായത് വളരെ കാലം ഡ്യൂറബിൾ ആവുന്ന മെറ്റീരിയൽസിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എഞ്ചിൻ കാണുമ്പോൾ ശരിക്കും പഴയ എൻഫീൽഡിൻ്റെ കാസ്റ്റ് അയൺ എഞ്ചിനാണ് ഓർമ്മ വരുന്നത്. അതായത് ലോവർ RPMൽ ഹയർ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിന്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ 1 ലിറ്റർ ടർബോ എഞ്ചിനൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 117 bhp പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് തുമ്പിനെ കൊണ്ട് കല്ലിടിപ്പിക്കുന്ന പരിപാടി. ഒരു പഴയ ഇന്നോവ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലീക്കുകൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ലീക്ക് വലിയൊരു പ്രശ്നമാണ് ഈ വണ്ടിക്ക്. പിന്നെ ഇഞ്ചക്ടർ പ്രശ്നങ്ങൾ, അതായത് എഞ്ചിൻ ഐഡിലൊക്കെ ഇടുന്ന ടൈമിൽ വൈബ്രേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ വണ്ടിയുടെ കംഫർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ആക്സിഡൻറ്റിൽ വല്ല ചേസിനും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നോവയെ പറ്റി ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്യാൻ റെഡിയാണ്.